ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളൊരു യാത്രയിലാണെന്ന്. അപ്പോൾ ആ യാത്ര നമ്മളിന്ന് എത്തിയത് മാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഹോസ്പിറ്റൽ കാര്യം എന്ന് വെച്ചാൽ സന്തോഷമുള്ള കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ എന്തായാലും. പക്ഷേ ഇതൊരു നോർമൽ അച്ഛനൊരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിതൊരു വ്ളോഗായിട്ട് ചെയ്യുന്നൊരു കാരണമുണ്ട്. ഇവിടെയാണ് കൺമണി ജനിച്ചത്. കൺമണി ജനിച്ച ഹോസ്പിറ്റലാണ്. പറ്റുമെങ്കിൽ കൺമണീനെ ആദ്യമായിട്ട് എടുത്ത ഡോക്ടറിനൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും അത് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കൺമണി ജനിച്ച സമയത്ത് എനിക്ക് വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഞാനൊരു പ്രോപ്പർ വ്ളോഗായിട്ട് അന്ന് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു കേട്ടോ. ഞാനാണ് ഇവിടത്തേക്ക് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു 6:30 പയ്യന്നൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 8:30 8:30ക്കാണ് കേട്ടോ അച്ഛന് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിൽ അച്ഛന് ഡയബറ്റിക്കാണ് അച്ഛൻ. അപ്പോൾ അതിൻ്റെ ഡയബറ്റിക്കിൻ്റെ ഫുൾ ഹെൽത്ത് ചെക്കപ്പാണ് നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കതൊക്കെ ചെയ്യാം. കൂടെ കൺമണീൻ്റെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ, കൺമണീൻ്റെ പക്ഷേ എനിക്കൊന്ന് റൂമൊക്കെ മുകളിലായിരുന്നു. അന്ന് കോവിഡ് ടൈമായിരുന്നു. ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അന്ന് 2021 ആ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് ടൈമല്ലേ. അപ്പം അവർ കുട്ടികളുടെ അതായത് മെറ്റേണിറ്റി അതൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അവർ അന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മുന്നേ അത് പഴയ ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഇവിടെയാണോ അവിടെയാണോ എനിക്കറിയില്ല. ഒന്ന് ചോദിക്കാം നമുക്ക്. മുന്നേ നമ്മൾ ഈ ബിൽഡിങ്ങിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല മെറ്റേണിറ്റി ചൈൽഡ് കെയർ ഒക്കെ ഇവിടെയായിരുന്നു. പക്ഷേ അവരിപ്പോൾ അത് ഇവിടുന്ന് മാറിയിട്ടോ. ഇതായിരുന്നു എൻ്റെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ റൂം. ഈ കൺസൾട്ടേഷൻ റൂം നമ്പർ 4. ഇപ്പോൾ അവർ പഴയ ബിൽഡിങ്ങിലേക്ക് തന്നെ മുന്നത്തെ പോലെ മാറിയെന്ന് പറഞ്ഞു. മുന്നേ നമ്മൾ വന്നിട്ട് ഇവിടെയൊക്കെ ആയിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലും മറ്റുമായിരുന്നു അഡ്മിഷനും കാര്യങ്ങളൊക്കെ. അതിൻ്റെയും ടോപ്പ് ഫ്ലോറിലായിരുന്നു ഇത് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ. ഈ ഒരു പാക്കേജിൽ അച്ഛന് മാത്രം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്, നമുക്ക് പെയ്ഡാണ്. എല്ലാവരും ഇഡ്ഡലി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഡ്ഡലിയും ചായയും പിന്നെ കാപ്പി. അതതിൽ വരുന്നതല്ല, അത് പാക്കേജിലില്ല. ചായ വാങ്ങിക്കുമ്പോഴേ ഉള്ളൂ. പാക്കേജ് ഡയബറ്റിക് ഫുഡ് സ്ക്രീനിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇതിനെവിടെ വരെ ചാർജ് ചെയ്യുന്നത് ഇതാണ്. ഇപ്പം ഈ കർണാടകയിൽ ഭയങ്കര നിർബന്ധമാണ്. പുറത്തൊക്കെ എല്ലാം കന്നഡയിൽ തന്നെ എഴുതണം. അത് നമ്മുടെ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏത് ബ്രാൻഡാണെങ്കിലും അത് കന്നഡയിൽ തന്നെ എഴുതണം എന്നൊക്കെ വന്നിട്ട് മുന്നേ ഇത് KMCന്ന് ഇംഗ്ലീഷിലായിരുന്നു. ഇപ്പോൾ അത് മാറി കന്നഡയിലേക്കാക്കിയവർ. ഇതിൽ ഡെൻ്റൽ ചെക്കപ്പും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചെക്കപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡിൻ്റെ ആഫ്റ്റർ ഫുഡ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. അതിനകത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു. ഇനിയിപ്പം കൺമണീൻ്റെ ബിൽഡിംഗ് അപ്പുറത്തേക്ക് ഷിഫ്റ്റായി. അതായത് പഴയ ബിൽഡിങ്ങിലേക്ക് അവിടെ പോകണം. അത് ലാസ്റ്റ് പോകണം. ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല. ഇനി 2-3 കൺസൾട്ടേഷൻ ഉണ്ട് ഇനിയും. അതൊക്കെ കഴിയുമ്പോഴേ ഫ്രീ ആവുള്ളൂ. ഇനി 2-3 ടെസ്റ്റ് കൂടി ഉണ്ട്. അതുവരെ കഴിഞ്ഞാൽ റിപ്പോർട്ടൊക്കെ കിട്ടും. അപ്പോഴേക്കും പിന്നെ ഡോക്ടേഴ്സൊക്കെ വരുന്ന സമയമാവും. ഇപ്പോൾ സമയം 11 മണി ആയതേ ഉള്ളൂ. അച്ഛൻ മുന്നേ എല്ലാം റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മുന്നേ ഒരു 4-5 വർഷം മുന്നേ വരെ റെഗുലറായിട്ടെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മളും ഹോസ്പിറ്റലിലേക്ക് വരുന്നതൊക്കെ കുറഞ്ഞല്ലോ. മുന്നേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തായിരുന്നു ഇങ്ങനെ വരുമ്പം ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പയ്യന്നൂരിൽ ഏതൊരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. ഇതിപ്പോൾ ഒരു ബ്രേക്കായി. അതിന് ശേഷമാണ് ഇപ്പം വീണ്ടും ഇങ്ങോട്ട് വന്നത്. അച്ഛനിവിടെ മംഗലാപുരത്ത് അതായത് മാംഗ്ലൂരിൽ ഡോക്ടറെ കാണിക്കാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ അച്ഛൻ റിസ്ക് എടുക്കില്ല. അച്ഛൻ പറഞ്ഞ് നമുക്ക് അവിടെ പോവാം.
നല്ല ഡോക്ടേഴ്സ്, നല്ല ഡയഗ്നോസിസൊക്കെ അവിടെയാണ് ബെറ്റർ എന്ന് പറയും. അങ്ങനെ എല്ലാത്തിനും ഇങ്ങോട്ടാണ് വരിക. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ KMCയിൽ തന്നെയാണ്. അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ എല്ലാവരും ഇവിടെ തന്നെയാണ് മുന്നേ കാണിക്കുന്നതും. എൻ്റെ ഡെലിവറിൻ്റെ സമയമാകുമ്പോഴും അച്ഛൻ പറഞ്ഞതാ, ഡെലിവറി മംഗലാപുരത്ത് തന്നെ വേണം, അങ്ങനെ ഒരു നിർബന്ധമായിരുന്നു. ദാവണഗിരിയൊന്നും എവിടെ നിന്നും വേണ്ട, നാട്ടിൽ നിന്നും വേണ്ട എന്ന് അച്ഛൻ്റെ വാശിയായിരുന്നു. അച്ഛനെല്ലാം ബെസ്റ്റ് തരണം എന്ന് അച്ഛൻ ാണോ. സമയം 12 ആയിട്ടോ. നമ്മളിവിടെ ഒരു ഇതിൽ വെയിറ്റ് ചെയ്യാണ്. ഇതിങ്ങനെ ഈ ഡയബറ്റിക് ഫുഡിൻ്റെ ഒക്കെ ചെക്കപ്പാണ്. പോഡിയാട്രിക് സർജറി അല്ലെങ്കിൽ പോഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം ഇവിടെ കുറേ പേഷ്യൻസ് ഉണ്ട് അകത്ത്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഇവിടുത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഫിസിഷ്യനെ കാണണം. അവർ 1:30 വരും. 1:30 ഫിസിഷ്യനെ കാണണം. നോർമൽ ബ്ലഡ് റിപ്പോർട്ട്, പിന്നെ കണ്ണിൻ്റെ ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ്റെ കണ്ണൊക്കെ നല്ലതാണ്. എൻ്റെ കണ്ണ് പോലൊന്നുമല്ല. അച്ഛനതൊന്നും പ്രശ്നമില്ല. പിന്നെ പല്ലിൻ്റെ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇനിയിപ്പം സ്കാനിങ്ങിൻ്റെ ഒക്കെ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ആ ഫിസിഷ്യൻ വരുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് പോവാം. കുറച്ച് നാളായിട്ട് അച്ഛൻ വല്ലാണ്ട് നെഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു ഹെൽത്തിന്. നെഗ്ലക്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസൊക്കെ എടുക്കും കേട്ടോ, മെഡിസിൻസൊക്കെ എടുക്കും. പക്ഷേ ഈ കാണിക്കാൻ പോകാൻ അച്ഛന് ഭയങ്കര മടിയാണ്. പക്ഷേ അതേ സമയത്ത് എനിക്കും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കാണിക്കാനും അതിനൊക്കെ അച്ഛന് നല്ല എനർജിയാണ്. കണ്ണൂനാണെങ്കിലും ഒരു റിസ്ക് എടുക്കില്ല. അമ്മയ്ക്ക് ഈ ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു ഫേസിൽ. പെട്ടെന്ന് അത് നെയിൽ പോളിഷിൻ്റെ അലർജി ആയിരുന്നു അമ്മയ്ക്ക്. അതെന്താ അലർജി നമുക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ സ്ഥലത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ചൊറിയൽ പോലെ വരും ഫേസ്. ഫേസ് മൊത്തം സ്വെല്ലിങ് ആവും. അങ്ങനെ ആയി. രാത്രി 2 മണിക്ക് ഭയങ്കര സിവിയറായി രാത്രി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴേക്കും 2 മണിക്ക് അച്ഛൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് അമ്മേനെയും കൊണ്ട് ഇവിടെ KMCയിൽ വന്ന് കാണിച്ചിട്ട് പോയി. അങ്ങനെയൊക്കെയാണ്. അച്ഛന് നമ്മുടെ കാര്യത്തിൽ വെച്ചാൽ അങ്ങനെ റിസ്ക് എടുക്കില്ല. പക്ഷെ അച്ഛനെ കാണിക്കണമെങ്കിൽ പറയും ഒരു ഫുൾ ഡേ പോകുമല്ലോ ഇവിടെയൊക്കെ വരുമ്പം. അപ്പോൾ അച്ഛൻ പറയും വേണ്ട, നമുക്ക് ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് മരുന്ന് വാങ്ങിക്കും. പിന്നെ സെയിം ഇൻസുലിനൊക്കെയാണ് അവർ കൊടുക്കുന്നത്. ടാബ്ലറ്റ്സിലും വലിയ മാറ്റമൊന്നും അവർ വരുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത്രയും കുറച്ചുകൂടി നെഗ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇപ്രാവശ്യം ഞാനും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാണിച്ചിട്ട് ഒന്നും കുഴപ്പമില്ല, സേഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാൻ. അമ്മയ്ക്ക് ഒരു അലർജീൻ്റെ പ്രശ്നമുണ്ട്. അമ്മയ്ക്കുണ്ടല്ലോ ഈ ചില മെഡിസിൻസിന് അമ്മയ്ക്ക് അലർജി ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും പനിയും കോൾഡൊക്കെ ആയപ്പോൾ അമ്മ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു. അമ്മേനും അച്ഛനും അവിടെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബോഡിയിൽ ഒരു ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ദിവസം മുന്നേ ഒരു 3-4 months ബിഫോർ ഇതുപോലെ ഒരു ഡോളോ കഴിച്ചപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അലർജി സ്പെഷ്യലിസ്റ്റും കൂടെ കാണിക്കണം എന്നുള്ള പ്ലാനായിരുന്നു നമുക്ക്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാം. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. ഇത് കഴിയുന്ന സമയം നോക്കിയിട്ട് ആ മറ്റേ ബിൽഡിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് നോക്കിയിട്ട് അതും സമയം ഉണ്ടെങ്കിൽ അതും കൂടെ കാണിക്കണം, അല്ലെങ്കിൽ അമ്മേനെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ കുറേ പ്ലാൻസ്. നമ്മളിവിടുത്തെ മെറ്റേണിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വരെ പോയി. പക്ഷെ അവിടെ പോകുമ്പോഴേക്കും കൺമണീൻ്റെ ഡോക്ടേഴ്സ് ആരും ഇന്ന് അവൈലബിൾ ഇല്ല. എന്നെ ആദ്യം ചെക്ക് ചെയ്തൊരു ഡോക്ടറുണ്ട്, വിദ്യാശ്രീ മാമിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കൺമണീനെ എന്താ വെച്ചാൽ എൻ്റെ ഡെലിവറി എടുത്ത സാറിന് ഫ്രീ ഉണ്ടായിരുന്നു, ഇന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ സമയം 3 മണിയാകുമ്പോഴേക്കും അവർ പോയിന്ന് തോന്നുന്നു. നമ്മൾ എല്ലാവരും കണ്ടിട്ട്
നമുക്ക് പരിചയമുള്ളൊരു ഷീബേച്ചി ഉണ്ട് അവിടെ. ഷീബേച്ചി നഴ്സാണ് കേട്ടോ. ഷീബേച്ചിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോവാമേ. പിന്നെ അതുപോലെ തന്നെ അമ്മേൻ്റെ അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. പക്ഷെ അലർജീൻ്റെ അവർ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 മണിക്ക് അവരെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ ലേറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ആ പ്ലാനും നടന്നില്ല. ഇപ്പോൾ കൺമണിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പയ്യനൊരു ഡൊമിനോസ് ഇല്ല. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഡൊമിനോസ് ഓർഡർ ചെയ്തിട്ട് പിസ്സ വാങ്ങിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ അവർ ഈ ഒരു അഡ്രസ്സിൽ ഡെലിവറി ചെയ്യുമല്ലോ, അത് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് നമ്മൾ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു ആദ്യം ഇവരുടെ മെറ്റേണിറ്റി, അതുപോലെ തന്നെ കുട്ടികളുടെ പീഡിയാട്രിക് ഒക്കെ ഇതിനകത്തായിരുന്നു ആ ഒരു കോവിഡ് ടൈമിൽ. ഇതിവിടെ നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ ഒത്തിരി റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ തിരിച്ച് ഒക്കെ ബാക്ക് ടു നോർമലായപ്പോൾ അങ്ങോട്ട് മാറിയിരുന്നു. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ഫാർമസിയിൽ ഇരിക്കാൻ കേട്ടോ. കുറച്ച് മെഡിസിൻസൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാനുണ്ട്. പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മെഡിസിൻസൊക്കെ അവർ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് മെഡിസിൻസിൽ. അപ്പം അതൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അച്ഛന് ഈ കാല് തരിപ്പിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പം അവർ പറഞ്ഞു അത് ഈ ഒരുപാട് വർഷമായിട്ട് ഡയബറ്റിക് ആകുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അത് കൺട്രോൾ ചെയ്താൽ വേറെ മരുന്നും കാര്യങ്ങളൊന്നും വേണ്ട, കൺട്രോൾ മാത്രം. പോയിട്ട് വച്ചാൽ പോയിട്ട് ഓൾറെഡി നിൽക്കും. പോയിട്ട് പോകാൻ പറ. പോയിട്ട് വരട്ടെ. ഇപ്പം പിസ്സ വരുമ്പോ നമുക്കത് വാങ്ങിക്കാം. നമുക്ക് പിസ്സ വാങ്ങിക്കാം ബാ. അപ്പോൾ അത് പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ. അതിന് വേറെ മെഡിസിനും കാര്യങ്ങളൊന്നുമില്ല. അതിന് ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്ന് പറയും. അത് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ കിഡ്നി, ലിവർ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാം ഹെൽത്തിയാണ്. അപ്പം ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് ലാസ്റ്റ് കയറുമ്പോഴേക്കും ഒരു റിസൾട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, അതുപോലെയായിരുന്നു. പക്ഷേ ഒന്നുമില്ല, ദൈവം സഹായിച്ച്. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ വേണമെന്നല്ലാണ്ട് പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ മാറ്റി കൊടുത്തു. അത്രയൊക്കെ അച്ഛന് പറഞ്ഞുള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മേനൊന്ന് കാണിക്കണമായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. അതിനിപ്പം പയ്യനൊരു പോയിട്ട് അമ്മേനെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ഈ പിസ്സ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ വണ്ടി എടുക്കാം. അതവിടെ താഴെ പാർക്കിങ്ങിലുണ്ട്. അവരോട് പറയാൻ അവർ കൊണ്ടുതരും പോലും. അത് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. കാരണം ഇപ്പോൾ സമയം ഓൾറെഡി 3:30 ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഇനിയിപ്പോൾ ഒരു ഓഫീസ് ടൈമൊക്കെ അല്ലേ. ഇനിയിപ്പോൾ 4 മണി 5 മണി. അപ്പോൾ നമ്മൾ 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പയ്യന്നൂർക്ക്. അപ്പോൾ നമുക്ക് എത്ര സമയത്തിൽ ഇങ്ങോട്ട് നമ്മൾ 2 മണിക്കൂർ എടുത്ത് വരാൻ. പോകുമ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് ചിലപ്പം പല സ്ഥലത്തും നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം 2 മണിക്കൂറിൽ എത്തുമെന്ന് അറിയില്ല. 4 മണി വിട്ടാൽ തന്നെ 6 മണിക്ക് എത്താൻ ചാൻസ് കുറവാണ്. 6-7 മണിയാവും എത്തുമ്പോൾ. ഇവിടെ പിസ്സ എത്തിയിട്ടുണ്ട്. മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇവരും എത്തി. പോവാമ്മ. സമയം 7 മണിയായിട്ടോ. നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തി. ശരിക്കും 3 മണിക്കൂർ എടുത്തു വരാൻ. 3 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 പ്രാവശ്യം ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ഒരു സ്ഥലത്ത് കുറച്ച് പിസ്സ കഴിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പം കുറച്ചുകൂടി നേരത്തെ ആയതുകൊണ്ട് 2 മണിക്കൂറിലെത്താൻ പറ്റി. വരുമ്പോഴേക്കും അത് 3 മണിക്കൂറായി. കാഞ്ഞങ്ങാടൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. കാസർഗോഡ് കഴിയുമ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. കാസർഗോഡ് വരെ നന്നായിട്ട് വരാൻ പറ്റി. കാസർഗോഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. എനിക്കും ഇങ്ങനെ മൂക്കടപ്പൊക്കെ ഉണ്ടാകുമ്പം തുമ്മുമ്പം ഇവിടെയൊക്കെ ഒരു വേദന, ഇവിടെയൊക്കെ എനിക്ക് വേദനിക്കുന്നു. അപ്പോൾ ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കണം തോന്നുന്നു. പക്ഷേ അച്ഛനെ അങ്ങനെ നമ്മളൊരു ചെക്കപ്പ് ചെയ്തത് നമുക്കൊരു സമാധാനമായി. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞാനുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. ഞാനില്ലെങ്കിൽ അവർ മടിക്കും. അപ്പം നമ്മുടെ എല്ലാം പാരൻസ്, അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനമ്മയും നമ്മളെ ഒത്തിരി കെയർ ചെയ്യില്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും എല്ലാത്തിനും അവർ നമുക്കൊത്തിരി എല്ലാം ചെയ്തതല്ലേ. അപ്പം നമ്മളും നമ്മുടെ പാരൻസിന് വയസ്സാകുമ്പം ഇതുപോലത്തെ ചെക്കപ്പൊക്കെ ചിലപ്പം എന്താ പറയുക, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്കൊരു സമാധാനത്തിനും പിന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഒന്നും ഇല്ല എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഒരു ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ വീട്ടിലെ പാരൻസിന് വേണ്ടി ചെയ്യണം കേട്ടോ. ചില പാരൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മടിക്കുന്നവരുണ്ടാവും.
പക്ഷെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം. അപ്പം ഇന്നത്തെ ഒരു ഭയങ്കര ടയറിങ് ഡേ ആയിരുന്നു എനിക്ക്. ഇത്രയും ദൂരം യാത്ര, പിന്നെ ബാക്ക് ടു ബാക്ക് സംഭവങ്ങളാണ് കേട്ടോ. അവിടെ പോവുക ഇവിടെ പോവുക, ഓട്ടം തന്നെ ഓട്ടം. അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണത്തിനൊരു ഭയങ്കരമായിട്ട് ക്ഷീണമാവുന്നു. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഞാൻ മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേച്ചിയല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പക്ഷെ ആ കുട്ടിയും ഞാനാണെന്ന് കൺഫേം ചെയ്തത് കൺമണീനെ കണ്ടിട്ടാണ്. കാരണം ഞാൻ ഈ സ്പെക്സ് വെക്കുമ്പോൾ എന്നെ കുറേ പേർക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ കൺഫേം ചെയ്തത് മോളെ കണ്ടപ്പോഴാന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് കുറച്ച് നേരം സംസാരിച്ചു. അതൊക്കെയല്ലേ സന്തോഷമല്ലേ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.